This program is brought to you by Pranav Movies, the ultimate digital experience. പൂരവും കഴിഞ്ഞു, കമ്പവും കത്തിച്ചു. ഇനിയേലും നാട്ടുകാർക്ക് കിടന്നൊന്ന് ഉറങ്ങാവല്ലോ. ഉറങ്ങാനോ? പണ്ടത്തരം പറയാതാടാ കൊളുത്തെ. ഇനിയാണ് യഥാർത്ഥ കതിനാ പൊട്ടാൻ പോകുന്നത്. കൂട്ടുന്നു, കിഴിക്കുന്നു, കുണിക്കുന്നു. അല്ലടാ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ യഥാർത്ഥ കണക്കിലെ കളി ഇങ്ങോട്ട് വരുന്നത്. അങ്ങനല്ലേ? 75% പോളിംഗ്. ഒരു സംശയവും വേണ്ട. ഈ ഉയർന്ന പോളിംഗ് നിലവാരം LDFന്റെ വിജയമാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ സെക്രട്ടറിക്ക് അത്ര പിടിച്ചിട്ടില്ലേലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം PS തരംഗമല്ലയോ? അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും മൂത്ത് നാട്ടുകാരെല്ലാം LDFിലേക്ക് താകിയിരിക്കുകയല്ലയോ? ഈ 13-ാം തീയതി ഒന്ന് വന്നിരുന്നെങ്കിൽ. സഹാബ് പറഞ്ഞ ശരിയാ. നാട്ടുകാർ മുഴുവൻ LDFിനോട് താങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ? ഇപ്രാവശ്യം UDF തൂത്തുവാരും. ഭരണപുരത്തെ തരംഗമല്ലയോ ഉണ്ടായിരിക്കുന്നത്? ആ പെട്ടിയൊന്ന് പൊട്ടിക്കട്ടെ, അപ്പൊ കാണാമല്ലോ. 1.5 കൊല്ലത്തിന് മുമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പില് 72% പോളിംഗ്. അന്ന് ആകെയുള്ള 20-ൽ 16 UDF കൊണ്ടുപോയി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് 75, അന്നും UDF കൊണ്ടുപോയി. ഈ പോളിംഗ് ശതമാനമൊക്കെ കൂടുമ്പോഴുണ്ടല്ലോ UDFന് മടാ മോനെ മനസ്സിലൊരു ലഡു പൊട്ടുന്ന പോലാ. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ ജില്ലകളിലൊക്കെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാ. അല്ല, ഇപ്പൊ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂര് ഇവിടൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ഗുണം ആർക്കാ? LDFനാ. അത് മാത്രമല്ല, LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഒടുക്കത്തെ പോളിംഗ് അല്ലയോ? കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും സംഗതി 80-ന് മുകളിൽ. ഒരു സംശയവും വേണ്ട, ഈ തവണയും ഞങ്ങൾ ഭരിക്കും. കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടും യുക്തിയോടും കാണാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. 4.5 വർഷത്തെ ജനരോക്ഷത്തിന്റെ സുനാമി തിരമാലകൾ ആർത്തുരച്ചു വരുമ്പോഴും അതിന് കുറുകെ ബെർലിൻ മതി കെട്ടാൻ പോകുന്നു. പറയുന്നത് ശാസ്ത്രം, ചെയ്യുന്നത് സൂത്രം, പറ്റുന്നതോ ഭാഗ്യം. This program is brought to you by Pranav Movies, the ultimate digital experience.